ഇന്ന് നമ്മൾ നോക്കാൻ വന്നത് പ്രോറേറ്റ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ആണ്. ഇത് കമ്പനി അക്കൗണ്ട്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ് പ്രോറേറ്റ അലോട്ട്മെൻറ്റ്. സോ നിൽക്കുള്ള കുട്ടികൾക്ക് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ ചെയ്യാൻ അറിയാം, പക്ഷേ ഇതിൻ്റെ ഒരു ബിഹൈൻഡ് ലോജിക് ഇല്ലേ, ആ ഒരു കോർ കോൺസെപ്റ്റ് പലർക്കും ക്ലാരിറ്റി ഇല്ല. സോ ഇന്ന് നമ്മൾ പക്ക കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും പോകുന്നത്. പ്രോറേറ്റ അലോട്ട്മെൻറ്റിൻ്റെ ലോജിക്ക്, അതിൻ്റെ ബന്ധപ്പെട്ട് വരുന്ന സകലമാന ജേണൽ എൻട്രീസും ആ ജേണൽ എൻട്രീസിൻ്റെ ബിഹൈൻഡ് ലോജിക്കും നമ്മൾ ക്ലിയർ ചെയ്തായിരിക്കും ഇന്ന് പോകാൻ പോകുന്നത്. സോ നമുക്ക് നേരെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ തുടങ്ങാം. നമുക്കൊരു കമ്പനി എടുക്കാം. കമ്പനിയുടെ പേര് വൈ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. ഇതൊരു പബ്ലിക് കമ്പനിയാണ്. അപ്പോൾ ഈ പബ്ലിക് കമ്പനി ആദ്യം ഫ്രഷ് ഇഷ്യൂ ചെയ്യാൻ പോകും പബ്ലിക്കിലേക്ക്. എത്ര ഷെയർസ്? ഒരു 10,000 ഷെയർസ് 10 രൂപ വെച്ചിട്ടുള്ള, അതായത് ഓരോന്നിനും 10 രൂപ വെച്ചിട്ടുള്ള 10,000 ഷെയർസ് പബ്ലിക്കിലോട്ട് ഇഷ്യൂ ചെയ്യാൻ പോകുക. അപ്പോൾ ടോട്ടൽ കയറി വരുന്ന വാല്യൂ എത്ര? 1,00,000 രൂപ. അതായത് 10,000 ഷെയർസ് 10 രൂപയുടെ മൊത്തത്തിൽ 1,00,000 രൂപ കയറി വരും. പക്ഷേ ഇവർക്കൊരു പ്രശ്നം പറ്റി. അതിനാ സാറേ പ്രശ്നം എന്ത് പറ്റി? പബ്ലിക് ഇല്ലേ, നമ്മുടെ പബ്ലിക്ക് ഇവരിലേക്ക് ആപ്ലിക്കേഷൻ അയക്കുമല്ലോ. ആപ്ലിക്കേഷൻ അയക്കാൻ നേരത്ത് ടോട്ടലായിട്ട് എല്ലാവരും കൂടി 20,000 ഷെയർസ് റിക്വസ്റ്റ് ചെയ്തടാ. അത് 20,000 ഷെയർസിന് ആപ്ലിക്കേഷൻ അയച്ചു. പക്ഷേ കമ്പനിക്ക് എത്ര കൊടുക്കാൻ പറ്റത്തുള്ളൂ? 10,000 ഷെയർസ്. അയ്യോ, കമ്പനി പെട്ടല്ലോ. കമ്പനി എന്തോ ചെയ്യും? കമ്പനിക്ക് ഈ സിറ്റുവേഷനെ പറയുന്നതാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ സിറ്റുവേഷൻ. ഓക്കെ, ഈ ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ സിറ്റുവേഷൻ കമ്പനിക്ക് ചിലപ്പോൾ തലവേദന ആവൂടാ. അതെങ്ങനെ സാറേ കമ്പനിക്ക് തലവേദന ആവുന്നത്? പറഞ്ഞുതരാം. നമുക്ക് ഈ ഓവർ സബ്സ്ക്രിപ്ഷൻ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് 2 മെത്തേഡാണ് ഉള്ളത്. ഓക്കെ, അത് ഫസ്റ്റ് മെത്തേഡാണ് നമ്മുടെ ഡയറക്റ്റ് മെത്തേഡ്. അതായത് 20,000 ഷെയർസല്ലേ കയറി വന്നത്, ഇതിനെ നമ്മളങ്ങ് സ്പ്ലിറ്റ് ചെയ്യും. ആദ്യം വന്ന 10,000 ഷെയർസ്, അതായത് ആദ്യം വന്ന ആപ്ലിക്കൻസിന്, രണ്ടാമത് വന്ന 10,000 ഷെയർസിൻ്റെ ആപ്ലിക്കൻസിന്. എന്നിട്ട് കമ്പനി ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് ആദ്യം വന്ന 10,000-നെ അങ്ങ് ഡയറക്റ്റ് അക്സെപ്റ്റ് ചെയ്ത് അവർക്ക് അലോട്ട് ചെയ്യും. അവർക്ക് അലോട്ട് ചെയ്തിട്ട് രണ്ടാമത് വന്ന 10,000 എന്ന് വെച്ചാൽ ലേറ്റായിട്ട് വന്ന 10,000 ഷെയർസ്, അതായത് 10,000 ആപ്ലിക്കൻസിനെ കംപ്ലീറ്റ് ആയിട്ട് റിജക്റ്റ് ചെയ്യും വിത്ത് ഫുൾ റീഫണ്ടോടെ. അതിനെ സാറേ കമ്പനിക്ക് തലവേദന എന്തോ സാറേ? ഇതങ്ങ് സിമ്പിൾ പരിപാടിയല്ലേ, ഡയറക്റ്റ് അങ്ങ് ചെയ്താൽ പോരെ. ആദ്യം വന്നവരെ അക്സെപ്റ്റ് ചെയ്യുക, രണ്ടാമത് വന്നവരെ റിജക്റ്റ് ചെയ്യുക. അല്ലല്ല, ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് കമ്പനി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കമ്പനിക്ക് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിനെ ലോസ് ആവും. അതിനെ സാറേ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് പറഞ്ഞുതരാം. നമുക്ക് അത് രണ്ടാമത്തെ മെത്തേഡിലൂടെ നോക്കാം. അപ്പം നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റർ എന്താണെന്നും ഇതിൻ്റെ ദോഷവശം എന്താണെന്നും ഈ പ്രോറേറ്റ അലോട്ട്മെൻറ്റ് വഴി എങ്ങനെയാണ് കമ്പനിക്ക് ഈ പ്രോബ്ലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, രണ്ടാമത്തെ മെത്തേഡാണ് പ്രോറേറ്റ അലോട്ട്മെൻറ്റ്. നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് പഠിച്ചു. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് പ്രോറേറ്റ അലോട്ട്മെൻറ്റ്. ഓക്കെ, പ്രോറേറ്റ അലോട്ട്മെൻറ്റ് ചെയ്യുമ്പോൾ കമ്പനിക്ക് 20,000 ഷെയർസിൽ കയറി വന്നത്. ഈ 20,000 ഷെയർസ് ചോദിച്ചവർക്ക് 10,000 ഷെയർസ് ഇഷ്യൂ ചെയ്തു. അതിനെ സാറ് നേരത്തെ പറഞ്ഞത് ഇപ്പം പറഞ്ഞത് സെയിം തന്നെയല്ലേ. നേരത്തെ 20,000 ഷെയർസ് കയറി വന്നു, ആദ്യം വന്ന 10,000 ഷെയർസ് അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ അത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ആദ്യം വന്ന 10,000 ഷെയർസിനല്ല അക്സെപ്റ്റ് ചെയ്യുന്നത്, ഓരോ 2 ഷെയർ ചോദിച്ച ഒരാൾക്ക് 1 ഷെയർ വെച്ച് കൊടുത്തു. അതായത് ഒരു 2:1 റേഷ്യോയിൽ ഷെയർ അലോട്ട് ചെയ്തു. അതിൻ്റെ സാറേ അങ്ങനെ ഒരു സംഭവം. അതായത് ഇപ്പം ഞാൻ ചെന്നിട്ട് വൈ ലിമിറ്റഡിൽ ഷെയർ ആപ്ലിക്കേഷൻ കൊടുത്തായിരുന്നു. അപ്പം ഞാൻ 2 ഷെയർ റിക്വസ്റ്റ് ചെയ്തേ. അവരെനിക്ക് 1 ഷെയർ അലോട്ട് ചെയ്തു, 1 ഷെയർ റിജക്റ്റ് ചെയ്തു. പറഞ്ഞുതരാം, ഒരു എക്സാമ്പിളോട് വെച്ച് പറഞ്ഞുതരാം. ഇത് നമ്മുടെ വൈ ലിമിറ്റഡ് കമ്പനിയിലേക്ക് എന്ത് വന്നു? ആപ്ലിക്കേഷൻ വന്നു. എവിടെ നിന്ന്? പബ്ലിക്കിൽ നിന്ന്. നമ്മുടെ പബ്ലിക് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ABC എന്ന് പറയുന്ന 3 വ്യക്തികൾ. ഓക്കെ, ഈ ABC എന്ന് പറഞ്ഞ 3 വ്യക്തികളിനകത്ത് ഇവർ 3 പേരും കൂടെ ചേർന്നിട്ടാണ് 20,000 ഷെയർസിന് ആപ്ലിക്കേഷൻ കൊടുത്തത്. ഓക്കെ, ഈ 3 പേര് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അസ്യൂം ചെയ്യും. ഇതിനകത്ത് A എന്ന് പറയുന്ന ആൾ 10,000 ഷെയർ ആവശ്യപ്പെട്ടു, B എന്ന് പറയുന്ന ആൾ 5,000 ഷെയറും, C എന്ന് പറയുന്ന ആൾ 5,000 ഷെയർ. ടോട്ടൽ എത്രയായി? 20,000 ഷെയർസ് ആവശ്യപ്പെട്ടു. പക്ഷേ ഇതിനകത്ത് A എന്ന് പറയുന്ന ആളുടെ ഫുൾ നെയിം നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ പേരാണ് മുകേഷ് അംബാനി. ആൻഡ് ഹീ ഈസ് അവർ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റർ. പക്ഷേ പുള്ളി ലേറ്റായിട്ടാണ്, അതായത് ലേറ്റായിട്ടാണ് ആപ്ലിക്കേഷൻ അയച്ചത്. ബിയും സിയും ആണ് ആദ്യം ആപ്ലിക്കേഷൻ അയച്ചത്, എ ആണ് ലേറ്റായിട്ട് ആപ്ലിക്കേഷൻ അയച്ചത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് വഴി ചെയ്യുവാണെങ്കിൽ ബിക്കും സിക്കും അലോട്ട് ചെയ്തിട്ട് എ റിജക്റ്റ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ എ റിജക്റ്റ് ചെയ്താൽ കമ്പനിക്ക് എന്തോ നഷ്ടം? ഒരു പൊട്ടൻഷ്യൽ ഇൻവെസ്റ്ററിനെ ലോസായില്ലേടാ. മുകേഷ് അംബാനിയെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണോ, ഞാൻ ചെന്നൊരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണോ കമ്പനിക്ക് ഗുണകരം? സ്വാഭാവികമായിട്ടും അവർക്ക് മുകേഷ് അംബാനിയെ പ്രയോറിറ്റൈസ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് വഴി ചെയ്ത് കഴിഞ്ഞാൽ മുകേഷ് അംബാനി അവർക്ക് നഷ്ടമാകത്തില്ലേ? അങ്ങനെ ഒരു അത്രയും വാല്യുബിൾ ആയിട്ടൊരു ഇൻവെസ്റ്ററിനെ അവർക്ക് ലോസ് ആവുമല്ലേടാ. ആ ഒരു സിറ്റുവേഷനെ നമ്മൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോറേറ്റ അലോട്ട്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ഒന്നുകൂടെ ക്ലിയർ ആവാൻ വേണ്ടി വൈ ലിമിറ്റഡ് എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് നടത്തിയെന്ന് നമുക്കൊന്നുകൂടെ നോക്കാം, ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതായത് നമ്മുടെ
എ ആരാ? മുകേഷ് അംബാനി. മുകേഷ് അംബാനി എന്നിട്ട് എത്ര ഷെയറാണ് ചോദിച്ചത്? 10,000 ഷെയർ. മുകേഷ് അംബാനിക്ക് എത്ര ഷെയർ കൊടുത്തു? 5,000 ഷെയർ. എടാ അപ്പോൾ അവിടെ റേഷ്യോ ഫോം ആയില്ലടാ, 2:1 റേഷ്യോ. അതായത് ഓരോ 2 ഷെയർ ചോദിച്ച ഒരാൾക്ക് 1 ഷെയർ വെച്ച് കൊടുത്തു. അതായത് അംബാനി 10,000 ചോദിച്ചു, അംബാനിക്ക് 5,000 കൊടുത്തു. ഇനി ബിയോ, ബി 5,000 ഷെയർ ചോദിച്ചു, ബിക്ക് 2,500 ഷെയർ അലോട്ട് ചെയ്തു, മറ്റേ 2,500 റിജക്റ്റ് ചെയ്തു. അപ്പോൾ 2:1 റേഷ്യോ. സിക്കോ, സിയു 5,000 ചോദിച്ചു, 2,500 ഷെയർ അലോട്ട് ചെയ്തു, 2,500 ഷെയർ റിജക്റ്റ് ചെയ്തു വിത്ത് റീഫണ്ട്. ശ്രദ്ധിച്ചു നോക്കി, ഇവിടെ ഇപ്പോൾ എല്ലായിടത്തും കോമൺ ആയിട്ട് 2:1 റേഷ്യോയിലല്ലേ ചെയ്ത്. എല്ലായിടത്തും പ്രൊപ്പോർഷൻ അനുസരിച്ചാണ് കൊടുത്തിരിക്കുന്നത്, മനസ്സിലായോ? 10,000 ചോദിച്ചാൽ 5,000 കൊടുത്തു, 5,000 ചോദിച്ചാൽ 2,500 കൊടുത്തു, 2 ഷെയർ ചോദിച്ചാൽ 1 വെച്ച് കൊടുത്തു. അതായത് പ്രപ്പോർഷനേറ്റ് ചെയ്തല്ലേ അവിടെ കൊടുത്തേക്കുന്നത്. അതായത് ചോദിച്ചത് എത്രയാണോ അതിൻ്റെ ഒരു പകുതി, അത് ഒരു റേഷ്യോടെ ഫോം ചെയ്യുന്നില്ല, ഒരു പ്രപ്പോർഷൻ ബേസ് ചെയ്തിട്ടല്ലേ എല്ലാവർക്കും കൊടുത്തേക്കുന്നത്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് പ്രപ്പോർഷനേറ്റ് ചെയ്ത് അലോട്ട് ചെയ്യുക, അതായത് പ്രോറേറ്റ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്. മനസ്സിലായോ? ഇങ്ങനെ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും, അതായത് കമ്പനിയിലേക്ക് കയറി വന്ന എല്ലാ ആപ്ലിക്കൻസിനെയും സാറ്റിസ്ഫൈഡ് ആക്കി, എല്ലാവരെയും ഹാപ്പി ആക്കി, പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിനെ ലോസ് ആക്കാതെ നമ്മൾ ചെയ്യുന്ന അലോട്ട്മെൻറ്റിനെയാണ് പ്രോറേറ്റ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ക്ലിയർ ആയില്ലേ? കോൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? ഇതിൻ്റെ ലോജിക്ക് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ ജേണൽ എൻട്രിയിലോട്ട് പോകാം. ഇനി നമുക്ക് ഇതിനകത്ത് വരുന്ന ഓരോ ജേണൽ എൻട്രിയും ക്ലിയർ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം എന്നെ കമ്പനിയിൽ നടക്കാൻ പോകുന്ന ആപ്ലിക്കേഷൻ കയറി വരുമ്പോൾ കമ്പനിയിലോട്ട് എന്തുമായിരിക്കും വരുന്നത്? പൈസ കയറി വരത്തില്ലടാ. അപ്പോൾ കമ്പനിയിലേക്ക് ഒരു അസറ്റ് കൂടുമല്ലേ, ബാങ്ക് എന്ന് പറഞ്ഞൊരു അസറ്റ് കൂടുമല്ലേ. അപ്പോൾ ബാങ്കിനെ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. എത്ര രൂപ കയറി വന്നു കമ്പനിയിലോട്ട്? 20,000 ആപ്ലിക്കേഷനാണ് ആദ്യം കയറി വന്നത്. മറക്കൽ 20,000 ഓവർ സബ്സ്ക്രിപ്ഷനാണ്. അപ്പോൾ 20,000 ഷെയർസ് ഒരെണ്ണത്തിന് 10 രൂപ വെച്ചിട്ട്. അപ്പോൾ എത്ര? 2 ലക്ഷം രൂപ കമ്പനിയിലോട്ട് കയറി വന്നു. ഓക്കെ, പൈസ എങ്ങനെ കയറി വന്നത്? ആപ്ലിക്കേഷൻ ഫോമിലല്ലേ കയറി വന്നത്, അതായത് ഷെയർ ആപ്ലിക്കേഷൻ എന്ന രീതിയിലല്ലേ കയറി വന്നത്. ഇനി പബ്ലിക്കിൻ്റെ പൈസയിലും നമ്മുടെ കയ്യിലിരിക്കുന്നത്, അതായത് വല്ലവൻ്റെയും പൈസയല്ലേ നമ്മുടെ കയ്യിലിരിക്കുന്നത്, അല്ല സ്വന്തം കാശല്ലല്ലോ. വല്ലവൻ്റെയും പൈസ കയ്യേറുന്ന എന്താടാ? തിരിച്ചു കൊടുക്കണ്ടടാ. തിരിച്ചു കൊടുക്കാനുള്ള പൈസ എന്നാടാ? അത് ലയബിലിറ്റി അല്ലേടാ. ലയബിലിറ്റി കൂടി അതിനെ നമ്മൾ എന്തോ ചെയ്യൂടാ? ക്രെഡിറ്റ് ചെയ്യൂടാ. അതാണ് ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ടിലോട്ട് ഇടും. അതായത് ആപ്ലിക്കേഷൻ വഴി കയറുന്നുണ്ട് ടു ഷെയർ ആപ്ലിക്കേഷൻ. ഇനി ഇതൊരു തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരല്ലേ, ഒന്നെങ്കിൽ അലോട്ട് ചെയ്യണം അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു തീരുമാനമാവാതെ കിടക്കുന്ന ഒരു അക്കൗണ്ടാണ്. അപ്പോൾ വല്ലവൻ്റെയും പൈസയും കൂടാണ്. അപ്പോൾ ഒരു ലയബിലിറ്റിയാണ്, ഒരു ബാധ്യതയാണ്. അപ്പോൾ 2 ലക്ഷം രൂപ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ നറേഷൻ എങ്ങനെ വരും? ബീങ് ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ഫോർ 20,000 ഷെയർസ് ഓഫ് ₹10 ഈച്ച്. 10,000 എഴുതരുത്, 20,000 എഴുതണം. എത്രയാണോ കയറി വന്നത് അത് എഴുതണം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? അലോട്ട്മെൻറ്റ്. അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം നമ്മൾ ഈ ഷെയർ ആപ്ലിക്കേഷൻ മണിയിൽ നിന്ന് പൈസ എടുത്ത് മാറ്റുക. അതായത് ആ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ വേറെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പോവുക. അപ്പോൾ ആ ഷെയർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ എന്നാവും? ഫണ്ട് 0 ആവും. അതായത് ഒരു ലൈബിലിറ്റി 0 ആകുമ്പോൾ അതിന് എന്നാവും? ഡെബിറ്റ് ആവും. എന്നുവെച്ചാൽ ലൈബിലിറ്റി ഇല്ലാതാവും അല്ലേ. ആ ലൈബിലിറ്റി നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയണ്ടേ. ഇപ്പോൾ 2 ലക്ഷം രൂപ നമുക്ക് ഡെബിറ്റ് ആയി. ഇനി എങ്ങോട്ടത് ട്രാൻസ്ഫർ ചെയ്യുന്നത്? അലോട്ട് ചെയ്തതെല്ലാം ഷെയർ ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അതായത് അലോട്ട്മെൻറ്റ് നടന്നതെല്ലാം ഷെയർ ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് പുതിയൊരു ലൈബിലിറ്റി. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്നാ? ഓണറിൻ്റെ ഫണ്ടല്ലേ, ഓണർ സെക്യൂരിറ്റി അല്ലേ. കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ തിരിച്ചു കൊടുക്കേണ്ട, കമ്പനി വൈൻഡപ്പ് ചെയ്യുമ്പം തിരിച്ചു കൊടുക്കേണ്ട ഫണ്ടല്ലേ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം അതും ഒരു ലൈബിലിറ്റി അല്ലേ. അത് കൂടും. ലൈബിലിറ്റി കൂടുമ്പോൾ എന്നാ? ക്രെഡിറ്റ് ചെയ്യും. പക്ഷേ എത്ര രൂപയാണ് അവിടെ ശ്രദ്ധിക്കണം? 1 ലക്ഷം രൂപയെ നമ്മൾ അലോട്ട് ചെയ്യുന്നുള്ളതാണ്. കമ്പനിക്ക് 1 ലക്ഷം രൂപയെ ക്യാപിറ്റലാക്കാൻ പറ്റത്തുള്ളൂ. 10,000 ഷെയർസ്, 10 രൂപയുടെ 10,000 ഷെയർസ് മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 10,000 ഷെയർസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ക്യാപിറ്റലാക്കാനും പറ്റത്തുള്ളൂ. ഓക്കെ, അതായത് പുതിയൊരു ലൈബിലിറ്റി ക്രിയേറ്റ് ആയി 1 ലക്ഷം രൂപ. അതായത് ഈ 2 ലക്ഷം ഇല്ലേ ആപ്ലിക്കേഷനിൽ കിടന്ന ഈ 2 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം രൂപ ക്യാപിറ്റലിലോട്ട് തീരുമാനമായി. ഇനി അടുത്ത 1 ലക്ഷം രൂപയോ റീഫണ്ട് ചെയ്തടാ. നമ്മൾ പറഞ്ഞില്ലേ 2:1 റേഷ്യോയിൽ ചെയ്തില്ലേ. അപ്പം അലോട്ട് ചെയ്തതല്ലേ ഈ ഷെയർ ക്യാപിറ്റലിനകത്തുണ്ട്. ബാക്കി റീഫണ്ട് ചെയ്യുമ്പോൾ ഈ ബാങ്ക് എന്ന് പറഞ്ഞ ഈ അസറ്റ് കുറയുമല്ലേ, അത് ക്യാൻസലായി പോവാം. മനസ്സിലായോ? അതായത് ആപ്ലിക്കേഷനിൽ കിടന്ന നമ്മൾ എമൗണ്ട് നമ്മൾ ഷെയർ ക്യാപിറ്റലിലോട്ട് ഇഷ്യൂ ചെയ്തതല്ല, അലോട്ട് ചെയ്ത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ബാക്കി റീഫണ്ട് ചെയ്യാനുള്ളതെല്ലാം ബാങ്ക് വഴി നമ്മൾ തിരിച്ചയക്കുകയും ചെയ്തു. അപ്പോൾ ബാങ്ക് അസറ്റ് 1 ലക്ഷം രൂപ കുറഞ്ഞു. ബാക്കി 1 ലക്ഷം രൂപ നമ്മൾ ക്യാപിറ്റലായി കൺവേർട്ട് ചെയ്തു. ഇനി ഇതിൻ്റെ നറേഷൻ എങ്ങനെ കയറി വരും? ബീയിങ് ആപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫർ ടു ഷെയർ ക്യാപിറ്റൽ ഫോർ 1 lakh rupees. അതായത് 1 ലക്ഷം രൂപ മാത്രമേ നമ്മൾ ആ ഷെയർ ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. അതായത് പുതിയ ലൈബിലിറ്റി. മറ്റേ ലൈബിലിറ്റി 0 ആവുക, പക്ഷേ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ലൈബിലിറ്റി കംപ്ലീറ്റ്ലി ആ ഫണ്ട് 0 ആവുക. അത് ക്യാൻസൽ ചെയ്ത് നമ്മൾ കളഞ്ഞു. ആൻഡ് എക്സസ് 1 ലക്ഷം രൂപ റീഫണ്ട് ചെയ്തു. മനസ്സിലായോ? അതായത് അലോട്ട് ചെയ്ത എമൗണ്ട് ക്യാപിറ്റലിലോട്ട് മാറ്റി, ബാക്കി വന്ന എമൗണ്ട് റീഫണ്ടും ചെയ്തു.
ആൻഡ് ഒരു കാര്യം കൂടെ നിങ്ങൾ മറക്കല്ല്, ഈ അലോട്ട് ചെയ്തതിനകത്ത് ഫസ്റ്റ് വന്ന 10,000 ഷെയർസിനല്ല അലോട്ട് ചെയ്തിരിക്കുന്നത്, നമ്മൾ പഠിച്ച പോലെ 2:1 റേഷ്യോയിലാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എൻട്രി നോക്കുമ്പോൾ ഏകദേശം സെയിം പോലെ വരുമെങ്കിൽ ഇതിൻ്റെ പുറകിൽ നടക്കുന്ന വർക്കിംഗ് ഡിഫറൻസ് അല്ലേ, അത് നിങ്ങൾക്ക് ഇപ്പം ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ പ്രോറേറ്റ അലോട്ട്മെൻറ്റ് കംപ്ലീറ്റ്ലി ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അത് ഈ നോട്ട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് മെൻഷൻ ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്സ് ക്ലിയർ ആകാനുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ഇട്ടാൽ സാർ ഈ ടോപ്പിക്സ് കൂടെ ഒന്ന് പറഞ്ഞു തരും. നിങ്ങൾ സാറൊന്നും വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി വിളിച്ചു, ചീത്ത വിളിക്കാതിരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ബൈ.